ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന ആവലാതിയിലാണ് കേരളത്തിലെ സ്ത്രീകളുള്ളത്. എന്ത് മനസമാധാനത്തോടുകൂടി എന്തൊക്കെ നൽകി എന്ന് പറഞ്ഞാലും സ്ത്രീകളുടെ സുരക്ഷ തന്നെയാണ് പരമപ്രധാനം. ഇതിന് പ്രത്യേക പരിഗണന സർക്കാർ ഇന്നലെ നടന്ന ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇടപെടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ സർക്കാരിന്റെ ഒരു ഏറ്റവും വലിയൊരു ലഹരി തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും മദ്യ കച്ചവടം എന്ന് പറയുന്നത്. കേരളത്തിലെ മദ്യത്തിന്റെ ഒരു ഒഴുക്ക് ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത തരത്തിലേക്ക് ഏറ്റവും ഉയർന്നിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. കോൺഗ്രസിന്റെയും UDF-ന്റെയും മദ്യനിരോധനത്തിലേക്കുള്ള അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു തീരുമാനം അതായിരുന്നു UDF അനുവർത്തിച്ചതെങ്കിൽ ഇവിടെ കാണുന്ന കാഴ്ച ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 29 ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്ന കാലഘട്ടത്തിൽ 29 ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 മെയ് വരെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 801 ബാറുകളായി ഉയർന്നു. 20,561 കോടിയാണ്. ഈ 19,561 കോടി മദ്യം രൂപയുടെ ഒരു സിനിമയിലൂടെ ഓർമ്മിപ്പിച്ചതാണ്. പക്ഷെ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കേരളത്തിൽ നർക്കോട്ടിക്സ് ബിസിനസ് കുതിച്ചുയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ഡേർട്ടി ബിസിനസ് കുതിച്ചുയരുന്ന സാഹചര്യം ആണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വലിയ ഒരു സാമൂഹ്യ വിപത്ത് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ UDF തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ UDF-ന്റെ മാനിഫെസ്റ്റോയിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിപത്തുകളെ ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടുത്തും. അതിന്റെ എന്തുണ്ടാകണം എന്നുള്ളതിനെ കുറിച്ച് പക്ഷെ UDF ഇതിനു മുൻപ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും ഘട്ടം ഘട്ടമായി ഇത് നിരോധനത്തിലേക്ക് എന്നുള്ള ഒരു സമീപനം ഒക്കെ തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇത്രയും വലിയ വിപത്തായി മദ്യവും മയക്കുമരുന്നും ഒക്കെ മാറുമ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുമ്പോൾ ഇതിന് കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയായിരിക്കും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വരുന്നത്. അതിന്റെ സമ്പൂർണമായ മദ്യനിരോധനം എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലാ വർഷങ്ങളും പഠിച്ചുകൊണ്ടായിരിക്കണം. പക്ഷെ UDF എന്തായാലും ഇത്തരത്തിൽ ഇങ്ങനെ ഒഴുക്കുന്ന ഒരു തരത്തിലേക്ക് ആയിരിക്കില്ല കാര്യങ്ങൾ. തീർച്ചയായും ഒരു സാമൂഹ്യമായി ഉണ്ടാകുന്ന ചലനങ്ങൾ, വിപത്തുകൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും UDF-ന്റെ തീരുമാനം എന്ന് തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതീക്ഷ.